ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാമം ചൊല്ലിച്ച മാതാജിമാർക്കും അതുപോലെ ശ്ലോകം പഠിപ്പിച്ച മാതാജിക്കും പഠിക്കാൻ താല്പര്യം കാണിച്ച എല്ലാവർക്കും നന്ദി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശ്ലോകം ആദ്യം ചൊല്ലാൻ നന്നായിട്ട് പഠിക്കുക, പിന്നെ അതിൻ്റെ അർത്ഥം പഠിക്കുക. അപ്പം അത് ഹൃദിസ്ഥാകും. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക കൂടി ചെയ്താൽ ശരിക്കും അത് മനസ്സിൽ പതിക്കും. ഇന്ന് നമ്മൾ 15ാമത്തെ അധ്യായമാണ് പഠിക്കുന്നത്. അതിന് പുരുഷോത്തമ യോഗം എന്നാണ് പേര്. ഉത്തമ പുരുഷനുമായിട്ട് ചേരാനുള്ള യോഗം. വളരെ എല്ലാം പ്രധാനം തന്നെയാണ്. പുരുഷോത്തമ യോഗത്തിനും അങ്ങനെ തന്നെ പറയും. പ്രധാനപ്പെട്ട അധ്യായമാണ് എന്ന് പറയും. അപ്പോൾ 14ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു അല്ലേ. സത്വം, രജസ്, തമസ് എന്നും 3 ഗുണങ്ങളുണ്ട്. അതിനെ ഓരോന്നും നമ്മളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിൽ നിന്നും മോചനം നേടുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞിട്ടാണ് ഋഷിമാര് പോലും മുക്തി നേടുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് സത്വം, രജസ്, തമസ് എന്ന 3 പ്രകൃതി ഗുണങ്ങള് നമ്മൾ ജനിച്ച് വീഴുമ്പോ തന്നെ നമ്മളെ അങ്ങോട്ട് ബന്ധിപ്പിക്കും. അത് നമ്മളുടെ പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ചിലർക്ക് സത്വ ഗുണം കൂടും, ചിലർക്ക് രജോ ഗുണം കൂടും, ചിലർക്ക് തമോ ഗുണം കൂടും. അത് ഇന്ന ആൾക്ക് നല്ലത് വരട്ടെ അങ്ങനെ ഭഗവാനോ പ്രകൃതിയോ അല്ല നിശ്ചയിക്കണത്. അവനവന്റെ പൂർവ്വകർമ്മാണ്. ഇനിയിപ്പോ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ ജന്മം മുതൽ നമ്മളുടെ കയ്യിലുണ്ടല്ലോ, ഇന്ന് ഈ സമയം മുതൽ നമുക്ക് സത്വഗുണം, തമസിനെ ആദ്യം കുറച്ച് ഇല്ലാതാക്കുക, പിന്നെ രജസിനെ ഇല്ലാതാക്കുക, സത്വഗുണിയാവുക. പിന്നെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുണാതീതനാവുക. ഈ 3 ഗുണങ്ങളും നിങ്ങളെ ബന്ധിക്കും. എങ്ങനെയാ സത്വഗുണം ബന്ധിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ധാരാളം വായിക്കാൻ അറിയാം, ധാരാളം പുസ്തകങ്ങളുണ്ട് എൻ്റെ വീട്ടില്. ഭഗവത്ഗീത പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളതുണ്ട്. അങ്ങനെ എനിക്ക് അതൊക്കെ ബൈഹാർട്ടാണ്. അങ്ങനെയുള്ള ആ ഒരു അഭിമാനം എന്ന് പറയാം, അഹങ്കാരമല്ല. അങ്ങനെ വന്നാൽ തന്നെ അതൊരു ബന്ധനാണ്. പൂന്താനം പറഞ്ഞില്ലേ, പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. ഒന്ന് സ്വർണത്തിന്റെ ചങ്ങലയായാലും ഒന്ന് ഇരുമ്പായാലും ഒന്ന് രണ്ടും കൂടി എടുത്തതായാലും ഒക്കെ ബന്ധനം തന്നെയാണ്. ഓടിപ്പോവാൻ പറ്റുമോ? കാലം അവിടെ കെട്ടിയിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സത്വഗുണം നമ്മളെ ബന്ധിപ്പിക്കും. രജോ ഗുണം പിന്നെ പറയാനില്ല, അത് ഏറ്റവും അധികം ബന്ധിപ്പിക്കും. തമോ ഗുണമാണെങ്കിൽ നമ്മളെ നശിപ്പിക്കും. താഴോട്ടുള്ള അധോലോകങ്ങളിലേക്ക് പോകും. കാരണം ചെയ്യേണ്ടതൊന്നും അവർ ചെയ്യില്ല. എപ്പോഴും പ്രമാദം, ആലസ്യം, നിദ്ര, അതാണ് അതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ പറയണത്. എപ്പോഴും ഉറക്കം തൂങ്ങിയതുപോലെ ആയിരിക്കും.
ഒരു കാര്യവും വേണ്ടതുപോലെ ചെയ്യില്ല, ഭഗവാനെ സ്മരിക്കുകയില്ല. അത് ചില സമയത്ത് സത്വഗുണികൾക്കും വരും ഈ താമസ ഗുണം. അത് എപ്പോഴാണെന്ന് അറിയണം. അത് വന്നാൽ ഉടനെ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ എപ്പോഴാ മരിച്ചു പോവാന്ന് അറിയില്ല. ഈ തമോ ഗുണം കൂടി നിൽക്കുന്ന നേരത്താണ് മരണമെങ്കിൽ അധോലോകങ്ങളിലേക്ക് പോകും എന്നാണ്. അവിടെ എപ്പോഴും വിഷമങ്ങളായിരിക്കും. എന്തൊക്കെയാണ് അവിടെ ചെയ്യുക? നമ്മളെ ഇങ്ങനെ കെട്ടി വലിച്ച് യമദൂതന്മാര് കൊണ്ടുപോവാണ് ചെയ്യുക. ആ പോണ വഴിക്കൊക്കെ നമ്മൾ ഈ നായ, പൂച്ച പോലുള്ള ജീവികളൊക്കെ നമ്മളെ പിടിച്ച് മാന്തും. ക്ഷുദ്രജീവികൾ നമ്മളെ കടിക്കും. നമ്മളുടെ തന്നെ മാംസം മുറിച്ചെടുത്ത് നമുക്ക് തിന്നാൻ തരും. അങ്ങനെയൊക്കെയാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള മാർഗം വർണ്ണിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെയാണ് ഈ തമോ ഗുണം കൂടി നിൽക്കുമ്പോൾ മരിച്ചാൽ. അതുകൊണ്ട് നമുക്ക് തമോ ഗുണം വേണ്ട, ഒന്ന് രക്ഷപ്പെടും. രജോ ഗുണാണെങ്കിലോ, രജോ ഗുണാണ് ഏറ്റവും അധികം ആൾക്കാർക്കും കൂടി നിൽക്കുന്നത്. രജോ ഗുണം കൂടുമ്പോഴാണ് മരണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം എങ്കിൽ തന്നെ എപ്പോഴും പ്രവൃത്തി നിരതരാവും. അങ്ങനെയുള്ള സമയത്ത് മരിച്ചവര് വീണ്ടും ഈ ഭൂമിയിൽ തന്നെ ജനിക്കും. മുകളിലുള്ള ലോകങ്ങളിലേക്ക് പോകില്ല, ഭൂമിയിൽ ജനിക്കും. പക്ഷെ അവരുടെ ആ ജന്മത്തിലും പൂർവജന്മങ്ങളിലും ഒക്കെ കർമ്മങ്ങൾക്കനുസരിച്ച് പിന്നത്തെ ജന്മം ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതി അവർക്ക് നൽകും. ധാരാളം നാമം ഒക്കെ ജപിച്ചിട്ടുള്ള ആൾക്കാരാണ് ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഉത്തമമായിട്ടുള്ള ചുറ്റുപാടുകളിൽ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനുള്ള ചുറ്റുപാടുകളിൽ തീർച്ചയായിട്ടും ജന്മം നൽകും. വലിയ സന്യാസി പോലെയുള്ള യോഗിവര്യന്മാരുടെ ഗൃഹങ്ങളിലോ അല്ലെങ്കിൽ അതീവ സമ്പന്നരായിട്ട് ഈ ഭക്തി മുഴുകി നിൽക്കുന്ന വീടുകളിലോ ഒക്കെ അവർക്ക് ജനിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, സത്വഗുണം കൂടി നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സത്വഗുണത്തിനായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവത് സേവകൾ ചെയ്യുക. അതാണ് സത്വഗുണം കൂടാനുള്ള വഴികൾ. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് വേണം? ഈ 3 ഗുണങ്ങളിൽ നിന്നും നമ്മൾ മാറാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞ് ഗുണാതീതന്റെ ലക്ഷണം ഭഗവാൻ ശ്ലോകം 22 മുതൽ അവസാനം വരെ പറഞ്ഞു. അല്ലെ, പ്രകാശം ഉണ്ടാവും, മനസ്സിലെ പ്രകാശം, സന്തോഷം, സംതൃപ്തി. എന്ത് തന്നെ വന്നാലും എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ടാവും സത്വഗുണം കൂടിയിട്ടുള്ള ആൾക്ക്. അത് അയാളുടെ പ്രവൃത്തികളിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തളരില്ല. എങ്ങനെ സാധിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ആ പ്രകാശം നമ്മളിലും പലപ്പോഴും കൂടി നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സത്വഗുണാണ് ഇപ്പൊ എന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന്. പിന്നെ അതിനെ വിടരുത്. ആ സന്തുഷ്ടി മനസ്സിലെപ്പോഴും നിലനിൽക്കണം. അല്ലാതെ വേറെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാലോ, ആർക്കെങ്കിലും നമ്മളോട് അസൂയ തോന്നിയാലോ, മത്സരം തോന്നിയാലോ അതൊന്നും നമ്മളെ ബാധിക്കുകയേയില്ല. പിന്നെ ദ്വന്ദ്വാതീതനാവണം. ഇത് തന്നെ സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്. എന്തൊരു ചൂടാണോ എല്ലാവരും പറയും. പക്ഷെ അങ്ങനെ പോലും പറയില്ല എന്നാണ്. ഗുണാതീതൻ അത് പറയില്ല. പിന്നെ സമലോഷ്ട അശ്മകാഞ്ചന എന്ന് പറഞ്ഞു. കല്ലും മണ്ണും സ്വർണവും ഒരുപോലെ കാണണമെങ്കിൽ എന്തുമാത്രം നമ്മൾ ഇനിയും ഉയരേണ്ടതായിട്ടുണ്ട്. അതാണ് ദ്വന്ദ്വ അതീതനാവണം അല്ലെങ്കിൽ ഗുണാതീതനാവണം എന്ന് പറയും. മിത്രങ്ങളും ഇല്ല, ശത്രുക്കളും ഇല്ല. നമുക്ക് ശത്രുക്കളില്ല. നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. അജാത ശത്രു എന്ന് ഭാരതത്തിൽ ഒരാളെ പറയും. ആരെയാണ്? യുധിഷ്ഠിരനെ. കാരണം യുധിഷ്ഠിരനോട് എന്താ കൗരവന്മാർക്ക് ശത്രുതയില്ലേ? എത്രയോ ആൾക്കാർക്ക് അക്രമം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ യുധിഷ്ഠിരനുണ്ട് ശത്രുതയുണ്ട്. പക്ഷെ അദ്ദേഹം അജാത ശത്രുവാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് ആരോടും ശത്രുതയില്ല. നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാര മുട്ട എന്നൊക്കെ പറയും. അത് ചെയ്യണത് എന്തിനാന്ന് വെച്ചാല് നമ്മളോട് കുറച്ച് ശത്രുത ഉള്ളവര് നശിച്ചു പോവാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് നമ്മളോട് തോന്നുന്ന ശത്രുത ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മിത്രം ആര്, ശത്രു ആര് എന്നുള്ള വിചാരമില്ല. എല്ലാവരിലും ഒരിക്കലും ഭഗവാനെ കാണും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഗുണാതീതൻ എന്ന് പറഞ്ഞു. പിന്നെ ശ്രവണം, കീർത്തനം, വന്ദനം തുടങ്ങിയിട്ടുള്ള ആ ഭഗവാന്റെ സേവകളുടെ ഭക്തിയുടെ പലവിധ പടികളിൽ കൂടി അങ്ങനെ മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ടാണ് 14ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അതിൽ ഗുണാതീതന്റെ ലക്ഷണം നമ്മൾ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കണം. ഞാൻ ഗുണാതീതനായോ, കുറച്ചെങ്കിലും കുറേ ഗുണങ്ങൾ പറയണ്ടല്ലോ, കുറച്ച് ഗുണങ്ങളൊക്കെ എന്നിലില്ലേ
എന്ന് നമ്മൾ ഇടയ്ക്ക് നോക്കണം. ഇനി 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയണത് പുരുഷോത്തമനാണ് ഭഗവാൻ, പരമപുരുഷനാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ഭഗവാനുമായിട്ട്, പരമപുരുഷനായിട്ടുള്ള ഭഗവാനുമായിട്ട് നമുക്ക് ചേരണം. അതിന് ഒരു ഉദാഹരണമാണ് ആദ്യം തന്നെ പറയുന്നത്. തല കീഴായിട്ടുള്ള ഒരു അരയാലിന്റെ ചിത്രമാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്. കുറെ പ്രാവശ്യം പറഞ്ഞുല്ലോ, ആധ്യാത്മികതയാണ് ഏറ്റവും വലുത്, ഭൗതികതയിൽ മുങ്ങിപ്പോകരുത്, ഭൗതിക ലോകത്ത് ഈ 3 ഗുണങ്ങളും നമ്മളെ ബന്ധിപ്പിക്കും, ഭഗവാനിലേക്ക് എത്താനുള്ള നമ്മുടെ യാത്രയിൽ അത് തടസ്സമായി വരും എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇവിടെ അതിനൊരു ഉദാഹരണത്തെ കൂടി പറയാണ് ഭഗവാൻ. നമ്മൾ ഇവിടെ കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന വൃക്ഷങ്ങളിൽ ഏറ്റവും വണ്ണമുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന വൃക്ഷമാണ് അരയാൽ വൃക്ഷം. എന്തുമാത്രം ഇലകളാണ് അതിനുള്ളത്. എത്രയോ ഒരാൾ പിടിച്ചാലും 2 ആൾ കൂടി പിടിച്ചാൽ പോലും പലപ്പോഴും അതിന്റെ വണ്ണം എത്തില്ല. അതൊരു കാര്യം. പിന്നെ ഏറ്റവും ഗുണം പ്രകൃതിക്ക് ചെയ്യുന്ന വൃക്ഷമാണ് അരയാല്. ഏറ്റവും അധികം ഓക്സിജൻ പുറത്തുവിടുന്നത് അതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള പ്രാണവായു അരയാലിലകളിൽ നിന്നും കിട്ടും. അതുകൊണ്ടാണ് അമ്പലത്തിന്റെ മുന്നിൽ വെച്ചേക്കുന്നത്. അമ്പലത്തിൽ കുറെ ആൾക്കാർ തൊഴാൻ വരുമല്ലോ, അവർക്കൊക്കെ ഈ ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ 4 പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയുന്നത്. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണെ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായ തേ നമ എന്ന് പറഞ്ഞിട്ട് 4 പ്രദക്ഷിണം ചെയ്യുമ്പോ എന്തുണ്ടാവും? ആലിന്റെ ഇലകൾ പുറത്തുവിടുന്ന ആ ഓക്സിജൻ നമുക്ക് നമ്മളുടെ ലങ്സിനെയൊക്കെ ശുദ്ധമാക്കും. വൈകുന്നേരം ആലപ്രദക്ഷിണം ചെയ്യരുത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഓക്സിജൻ പുറത്തു വിടുക, അല്ലെങ്കിൽ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുക എപ്പോഴാ? സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ. നമ്മൾ പഠിച്ചിട്ടില്ലേ, സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ അവര് ആ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഇല്ലാതാവും. അപ്പൊ എന്തുണ്ടാവും? ഓക്സിജൻ പുറത്തു വിടില്ല. അപ്പൊ ചെടികളെ ശ്വസിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ശ്വസിക്കുമ്പോ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുക. അപ്പൊ നമുക്ക് ക്ഷീണാവും. രാത്രി അരയാൽ മരത്തിന്റെ ചുവട്ടിൽ മുഴുവൻ സമയം ഇരുന്നാൽ ബോധമില്ലാണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അശ്വത്ഥാമ, അശ്വത്ഥ വൃക്ഷം. അശ്വത്ഥത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ശ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ രാമായണത്തിലൊക്കെ കേട്ടില്ലേ, അദ്യവ ശ്യോവ വരുന്നതും ഉണ്ട് ഞാൻ ഹനുമാൻ പറയണത്. അപ്പൊ ശ്വ എന്ന് പറഞ്ഞാൽ നാളെ എന്ന്. ആ ശ്വ എന്ന് പറഞ്ഞാൽ നാളെ ഇല്ല എന്ന് പറയുന്ന ആ ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത് ആ വൃക്ഷമാണ് അശ്വത്ഥം എന്ന് പറയുന്നത്. ആ അശ്വത്ഥത്തിനെയാണ് 1, 2, 3, 4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയണത്. 1-ാമത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറയുന്നു, ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്ത്. ഊർധ്വമൂലം എന്ന് പറഞ്ഞ എന്താ? മൂലം വേര്, ഊർധ്വം മുകളില്. സാധാരണ എല്ലാ വൃക്ഷങ്ങളുടെയും വേര് താഴെയാണ്. പക്ഷെ ഇവിടെ പറയണ ഈ ഉദാഹരണമായിട്ട് പറയണ ഒരു വൃക്ഷം, അതിൻ്റെ വേര് മുകളിലും തടി ഇലയും ഒക്കെ താഴെയുമാണ്. ഊർധ്വമൂലം അധ ശാഖം. അധ എന്ന് പറഞ്ഞാൽ അധോഗതി എന്നൊക്കെ പറയില്ലേ, അധ താഴെയാണ് അതിൻ്റെ ശാഖകളൊക്കെ. അശ്വത്ഥം പ്രാഹുരവ്യയം, അങ്ങനെ അവ്യയമായിട്ടുള്ള ഒരു അശ്വത്ഥ വൃക്ഷമുണ്ട്, അരയാൽ മരം ഉണ്ട്. ഛന്ദാംസി യസ്യ പർണാനി, അതിൻ്റെ ഇലകളാകുന്നു വേദമന്ത്രങ്ങൾ. യസ്തം വേദസ വേദവിത്ത്, ആരാണോ ഈ അശ്വത്ഥ വൃക്ഷത്തിനെ വേണ്ടതുപോലെ അറിയണത് ആ ആളെ എന്ത് പറയുന്നു? വേദവിത്ത്, വേദജ്ഞൻ, വേദങ്ങളെ അറിയുന്നവൻ, അല്ലെങ്കിൽ അറിയുന്നവൻ എന്ന് പറയുന്നു. ഈ വൃക്ഷത്തിന്റെ കാര്യം നന്നായിട്ട് അറിയുന്ന ആളാണ് വേദവിത്ത്. വേദങ്ങൾ ഏതൊക്കെയാണ്? ഋക്ക്, യജുസ്, സാമം, അഥർവം. അതിനെ പഠിച്ചിട്ട് വേദവിത്താകേണ്ട ആവശ്യമില്ല. ഈ ഭഗവാൻ പറയണ ഈ തത്വങ്ങൾ അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ജ്ഞാനം. വേദങ്ങളുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ആ ആലിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള ഇലകൾ ഇളകുന്നത് പോലെ വേദത്തിലെ
ഫലോദ്ദിഷ്ട കർമ്മങ്ങളെ പറ്റി വിവരിക്കുന്ന കർമ്മകാണ്ഡത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അങ്ങനെ ചെയ്യൂ അപ്പൊ ഇന്ന ഫലം കിട്ടും, അങ്ങനെ ഇന്ദ്രനെ ആരാധിക്കൂ അപ്പൊ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് പോവാം. അങ്ങനെയുള്ള എന്തിനാന്ന് വെച്ചാല് ഈ പശുവിനെ പുല്ലും കെട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാന്ന് പറയില്ലേ, വേദത്തിന്റെ കഠിനമായ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, നാളേക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഞാൻ ശ്രദ്ധിക്കില്ല, അങ്ങനെയുള്ളതൊക്കെ ആദ്യം പറഞ്ഞ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല, അത്ര ഉള്ളിലേക്ക് കയറില്ല. അതുകൊണ്ട് ആദ്യം ഫലം ഉദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആ ഒരു പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർമ്മകാണ്ഡത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആ കർമ്മകാണ്ഡത്തിനെ വിസ്തരിക്കുന്നതാണ് അതിൻ്റെ മോഹിപ്പിക്കുന്ന. ചില സമയത്തൊക്കെ ഇളം ഒരു ചുവന്ന നിറത്തിലുള്ള അതിൻ്റെ തളിരുകൾ ഇങ്ങനെ ഇളകി കളിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. ആ ശ്രുതിവാക്യങ്ങൾ അതുപോലെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൻ്റെ ആ ഭംഗിയുള്ള ഇലകളാണ് കർമ്മകാണ്ഡം അല്ലെങ്കിൽ വേദത്തിലെ ആ ആദ്യ ഭാഗത്തുള്ള വാക്യങ്ങളൊക്കെ. പക്ഷെ അത് നമ്മളെ എത്തേണ്ട ഇടത്തേക്ക് നയിക്കുന്നില്ല, ഭഗവാനിലേക്ക് എത്താൻ, മോക്ഷം പ്രാപിക്കാനല്ല, അത് അതിൻ്റെ ഇടയ്ക്കുള്ള സ്വർഗത്തിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ആ അവയുടെ ഇളക്കത്തില്, ആ ഇലയുടെ മോഹനമായിട്ടുള്ള ആ ഭംഗിയിൽ നിങ്ങൾ ഭ്രമിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താ, ഇതിന്റെ മുകളിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു വൃക്ഷമുണ്ട്, അതിനെ അറിയണ്ടേ. അല്ലാതെ ഈ തലകീഴായിട്ട് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശാഖയിലും ഇലകളിലും മാത്രം ഇങ്ങനെ ഭ്രമിച്ചിരുന്നാല് നമുക്ക് ആ പുണ്യലോകത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ യോഗികള് അല്ലെങ്കിൽ ഭക്തി കൂടി ധ്യാനം ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ധ്യാനത്തിൽ ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ അവർക്ക് പലതരം സിദ്ധികൾ കിട്ടും. നമ്മളായാലും അതെ, ഭക്തി ഇങ്ങനെ കൂടി ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ കൈവരും. ആകാശത്തു നിന്ന് വസ്തുക്കളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുക, വസ്തുക്കളെ ചെറുതാക്കുക, നമ്മുടെ ശരീരത്തിന്റെ കനം കൂട്ടുക കുറയ്ക്കുക, അങ്ങനെയുള്ള മറ്റുള്ള ഈ ഉറുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രാണികളുടെയൊക്കെ ഭാഷ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അത്യത്ഭുതകരങ്ങളായിട്ടുള്ള കഴിവുകളൊക്കെ നമ്മൾക്ക് വന്നു ചേരും. പക്ഷേ യഥാർത്ഥ ഭക്തൻ, ഭഗവാനിലേക്ക് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആള്, യോഗി, ഭഗവാനോട് ചേരാൻ ആഗ്രഹിക്കുന്ന ആ ഭക്തൻ ഒരിക്കലും അത് ആഗ്രഹിക്കില്ല. അതിനെയൊക്കെ തട്ടിക്കളയും. എനിക്കിതൊന്നും വേണ്ട, ഇതെന്നെ അതിൽ പിടിച്ചു പോയാൽ എന്താണ്, അതുപയോഗിച്ച് പിന്നെ പണം ഉണ്ടാക്കാലോ, പ്രശസ്തി നേടാലോ. പണവും പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കാത്ത ആൾക്കാർ കുറയില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ മറികടക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ആ ഇലകൾ അതിൻ്റെ ഭംഗി കൊണ്ടും ഇളക്കം കൊണ്ടും നിറം കൊണ്ടും ഒക്കെ നമ്മളെ മോഹിപ്പിച്ചേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു തല കീഴായതിൻ്റെ മുകളിലായിട്ടൊരു യഥാർത്ഥ ലോകമുണ്ട് എന്ന് അത് അറിയണം. വേദമന്ത്രങ്ങൾ ഒരുപാടുണ്ട്, 1,00,000-ലധികം ഒക്കെ മന്ത്രങ്ങളുണ്ട് ഈ ഋഗ്വേദത്തിലും മറ്റുള്ള ഇതിലെല്ലാം കൂടിയിട്ട്. ഇതിൽ തന്നെ ഭഗവാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പുഷ്പിതാം വാചാം, നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് അവ നമ്മളെ ആകർഷിക്കും. എങ്ങോട്ടാ? സ്വർഗജീവിതത്തിലേക്ക്. കാരണം സ്വർഗത്തിൽ സദാസമയവും സംഗീതവും സന്തോഷവുമാണ്. ആ രോഗമാകട്ടെ ജരയാവട്ടെ ഒന്നും അവിടെ ഇല്ല, സന്തോഷം ആനന്ദം മാത്രം. പക്ഷേ അവിടെ രജോ ഗുണികളാണ് ദേവന്മാരുടെ കാര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, അവര് രജസ് കൂടുതലുള്ളതാണ്. ഭഗവാനെ പോലും പരീക്ഷിക്കാനായിട്ട് അവർക്ക് അത്ര ഉറപ്പില്ലാത്ത മനസ്സുള്ള ആൾക്കാരാണ് അവര്. അതുകൊണ്ടാണ് അവര് താഴോട്ട് വീഴൊക്കെ ചെയ്തില്ലേ, ജയവിജയന്മാരൊക്കെ സനകാദികളെ ബഹുമാനിക്കാതെ താഴെ വീഴൊക്കെ ചെയ്തു അവര്. അങ്ങനെ സ്വർഗത്തിനെ അല്ല നമ്മൾ, കാരണം സ്വർഗത്തിലെ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ കൂടുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പോവുക. പാപം തീരെ കുറവും ധാരാളം പുണ്യം ചെയ്തവരും ആണ് സ്വർഗത്തിലേക്ക് പോവുക. സ്വർഗം ഭൂമിയുടെ മുകളിലുള്ള ഒരു ലോകമാണ്. ഇതൊക്കെ ഭഗവാനെ വിശ്വസിക്കുന്നവര് നോണിയാന്നൊന്നും പറയില്ല, അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ ആ ലോകത്തിന്റെ 14 ലോകങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഭഗവാന്റെ വൈകുണ്ഠം ഏറ്റവും മുകളിലാണ്, അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം.
അതിന്റെ കുറേ താഴെയാണ് ബ്രഹ്മാവിന്റെ ലോകം. ഇത് കണ്ടോ, ബ്രഹ്മാവ് ഭഗവാന്റെ ലോകത്തിൽ നിന്നും എത്രയോ താഴെയാണ് ഇരിക്കുന്നത്. ബ്രഹ്മാവിനെ ഇവിടുന്ന് താഴോട്ട് തുടങ്ങിയിട്ട് കുറെ പോന്നിട്ടാണ് 6 ലോകങ്ങളുടെ താഴെയാണ് ഭൂമി, ഭൂർലോകം. അതിൻ്റെയും താഴെയാണ് അധോലോകങ്ങളുള്ളത്, ഏറ്റവും താഴെ പാതാളം ഉള്ളത്. അപ്പോ ഈ ബ്രഹ്മാവിനേക്കാളും മുകളിലെ ആണ് ഭഗവാന്റെ അത്യാനന്ദമായിട്ടുള്ള, അവിടെ ചെന്നാൽ പിന്നെ തിരിച്ചു വരവില്ലാത്ത ആ ലോകം. അവിടേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ആഗ്രഹം. എന്നിൽ നിന്നും പോയിട്ടുള്ള ഈ ആൾക്കാരൊക്കെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ്, അത് രഹസ്യമാണ് എന്ന് പറഞ്ഞില്ലേ, ഗുഹ്യമാണ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് വേണം? ഈ ഡിസയർ അല്ലെങ്കിൽ കാമം, ആഗ്രഹങ്ങൾ എന്നുള്ള ഒരു നദി ഇതിന്റെ ഇടയിലുണ്ട്. ഈ നദി കടക്കണം, ആഗ്രഹങ്ങൾ ഇല്ലാതാവണം. അതുവരെ ബ്രഹ്മാവിന്റെ ലോകത്തോ അതിന്റെ കുറെ താഴെയുള്ള സ്വർഗലോകത്തോ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ അതിൽ കുടുങ്ങരുത് എന്നുള്ളത്. വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമാണത്, അവ്യയമാണ്, നശിക്കാത്തതാണ്. ഒരു അശ്വത്ഥ വൃക്ഷമുണ്ട്, അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്ന ആളാണ് വേദജ്ഞൻ. അയാൾക്ക് പിന്നെ മരണമില്ല, കാരണം ജനനവും ഇല്ല. മരണവും ജനനവും ഇല്ലാത്ത ഭഗവാന്റെ ശാശ്വത ലോകം, അതല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം ആവേണ്ടത്. ഭഗവാൻ അതിനെ കുറിച്ചാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. കവി സിനിമാ പാട്ടിലൊക്കെ പാടും, ഈ മനോഹരമായ തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ വെറും മായയാണ്. എത്ര 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 ദുഃഖം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മതിന്ന് തോന്നാത്തവരുണ്ടാവില്ല. അപ്പോ അതല്ല ലക്ഷ്യമാക്കേണ്ടത് ഭഗവാന്റെ ലോകാണ്. അപ്പൊ നമ്മൾ ഈ ജന്മത്തിലല്ലെങ്കിൽ കുറച്ച് അധികം വൈകാതെ തന്നെ ഭഗവാനിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് ആ ഇലകൾ. ഛന്ദാംസി യസ്യ പർണാനി, പർണം എന്താ? ഇല. ആ പർണ എന്ന് പറയില്ലേ, പാർവതി ദേവിയെ തപസ്, ഭഗവാനെ വരനായി ഭർത്താവായി കിട്ടണം എന്ന് വിചാരിച്ച് തപസ് ചെയ്യുമ്പോ ആ പർണയായിരുന്നു. ഇല പോലും ഭക്ഷിക്കാതെയാണ് തപസ് ചെയ്തത്. അതാണ് അപർണ എന്നുള്ള വാക്കിനർത്ഥം. അങ്ങനെ ഛന്ദാംസി യസ്യ പർണാനി, അതിന്റെ ഇലകളാണ് ഛന്ദസ്സുകൾ, വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം അറിയുന്ന ആളാണ് വേദജ്ഞൻ. ഭക്തിയോഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പ്രതിപാദിച്ചത് കേട്ട ഒരാൾ, ഇത് പ്രഭുപാദരുടെ വാക്കുകളാണ്. അപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്ത് പറയണോ? വേദമൊക്കെ വൃദ്ധാവിലാണോ? ഇത്രയും വലിയ ദ്വിവേദി, ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പറയില്ലേ, 3 വേദങ്ങൾ പഠിച്ച ആളാണ് ത്രിവേദി. 4 വേദവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ജ്ഞാനിയെയാണ് ചതുർവേദി എന്ന് പറയുക. അപ്പൊ അതൊക്കെ വെറുതെ ആണോ എന്ന് തോന്നിയ ശരിയല്ല. അത് ഭഗവാൻ പറയാണ്, വേദം പഠിക്കുന്നത് ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നല്ലേ വന്നത്? ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നാണ് ഈ വേദങ്ങൾ വന്നത്. ആ ബ്രഹ്മാവ് ഉദ്ദേശിച്ചത് എന്താണ്? എനിക്ക് ജന്മം നൽകിയിട്ടുള്ള, എന്റെയും നിങ്ങളുടെ ഒക്കെയും പരമപിതാവായിട്ടുള്ള ഭഗവാനെ അറിയുകയാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം. അത് കൃഷ്ണനെ പറ്റി അറിയുകയാണ് എന്നാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. എന്നെ അറിയുക, എന്നെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക, നിങ്ങളെ ഞാൻ രക്ഷിക്കാം, യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധത്തോടെ നാമം ജപിക്കുക, ഭക്തിയുത സേവനങ്ങളിൽ, അതായത് സ്മരണം, കീർത്തനം, വന്ദനം എന്നൊക്കെയുള്ള ആ ഭക്തിയുടെ വിവിധ പടികൾ മുറുകെ പിടിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മുന്നേറാനായിട്ട് സാധിക്കും. 2ാമത്തെ ശ്ലോകം. അധശ്ചോർധ്വം പ്രസൃതാ തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധശ്ച ഊർധ്വം, ഈ സംസാര വൃക്ഷമാകുന്ന അരയാലിന്റെ ഊർധ്വം എന്ന് പറഞ്ഞാല് മുകളിലും പ്രസൃത തസ്യ ശാഖ, അതിന്റെ ശാഖകളൊക്കെ
പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവനും പടർന്ന് പന്തലിക്കുന്ന ആലുകളുണ്ട്, ആൽമരങ്ങൾ. അങ്ങനെ പ്രസൃതം എന്ന് പറഞ്ഞാൽ പടർന്ന് വികസിച്ച് നിൽക്കുകയാണ്. തസ്യ, ആ വൃക്ഷത്തിന്റെ ശാഖകൾ, ഗുണപ്രവൃദ്ധ, അതിന്റെ പോഷകങ്ങൾ എന്താണ്? ഈ ഭൗതികതയിൽ നമ്മളെ ഇങ്ങനെ മുക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഗുണം ആണ്. ത്രിഗുണങ്ങൾ. എന്തൊക്കെയാ ത്രിഗുണങ്ങള്? സത്വം, രജസ്, തമസ്. ഈ ഗുണങ്ങളാണ് അതിന്റെ തളിരുകൾ, മനോഹരമായിട്ടുള്ള തളിരുകൾ, പ്രവാളങ്ങൾ. അധശ്ച മൂലാനി അനുസന്ധതാനി, വേരുകള് താഴോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അരയാലിന്റെ ശാഖകളുടെ മുകളിൽ നിന്ന് തന്നെ അരയാലിന്റെ വേരുകൾ വരും അല്ലെ? അതേപോലെ താഴെയും ധാരാളം വേരുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. കർമാനുബന്ധീനി മനുഷ്യലോകെ, ഈ 3 ഗുണങ്ങളും കൂടിയിട്ട് ഈ മനുഷ്യലോകത്തിൽ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. കെട്ടുപിണഞ്ഞ് ഇങ്ങനെ നമ്മളിവിടെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാലാണ് പോഷിപ്പിക്കപ്പെടുന്നത്. അത് കുറെ താഴേക്കും കുറെ മുകളിലേക്കും, അത് ആലിന് മാത്രമുള്ള ഒരു ഗുണാണ് അല്ലെ? കണ്ടിട്ടില്ലേ? ശാഖകളുണ്ടെന്ന് തന്നെ കുറെ വേര് താഴേക്ക് വരും. അതാ വലിയ മരല്ലേ, അതിനൊരു സപ്പോർട്ടിനായിട്ടും കൂടിയാണ് ആ വേരുകൾ അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അതിനേക്കാൾ എത്രയോ അധികം വേരുകൾ താഴെയും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നുണ്ടാകും. ഇന്ദ്രിയ വിഷയങ്ങളാണ് ചില്ലകള്. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട്. ഇവ ഫലോദ്ദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് അറിയുക. അപ്പം ചില്ലകള് ഓരോ ദിവസവും ഇങ്ങനെ ബലവത്താകും. കാരണം എന്താ? പ്രവൃദ്ധമാകും. നമ്മള് ത്രിഗുണങ്ങൾ കൊണ്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. വെള്ളവും പ്രകാശവും വളവും ഒക്കെ കൊടുക്കും. ഈ ഗുണങ്ങൾ കൊണ്ട്, ആശകൾ കൊണ്ട് ഭൗതികതയിൽ നമ്മൾ മുങ്ങുമ്പോഴാണ് അതിന്റെ ചില്ലകളൊക്കെ ഓരോ മുകുളങ്ങൾ പുതിയതായിട്ട് വരും. അത് പിന്നെ ശാഖയാവും, പടർന്ന് പന്തലിക്കും, അതിൽ കുറെ ഇലകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അത് വേരുകൾ എന്താണ്? ഫലോദ്ദിഷ്ട കർമ്മങ്ങളാണ്. അഹന്ത, മമത, അഹം, മമ എന്നുള്ള ആ 2 വാക്കുകൾ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അഹം, മമ, ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ കൈ, എൻ്റെ കാല്, അതിൻ്റെയൊക്കെ ഗുണം മാത്രം. നമ്മളുടെ പോലെ തന്നെയുള്ള സഹോദരന്മാരാണ് മറ്റെല്ലാവരും. അവരിലും ഉള്ളത് ഒരേ ഒരു ഈശ്വരനാണ് എന്നൊന്നും ചിന്തിക്കാതെ അഹം, മമ എന്ന് പറയുന്ന കാര്യങ്ങളും കൂടുതൽ കൂടുതൽ വാസനകളും ഉണ്ടാകുമ്പോൾ ഈ വേരുകൾ ഇങ്ങനെ കൂടുതലായിട്ട് പൊട്ടിമുളച്ച് നടക്കും. അപ്പൊ ഈ വൃക്ഷത്തിന്റെ മുകളിൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൽ നിന്നാണ് ഈ വൃക്ഷം വരുന്നത്. താഴെ കുറേ അധികം ജീവികൾ, നേരത്തെ കാണിച്ചില്ലേ ആ വൃക്ഷത്തിന്റെ ചിത്രം? അങ്ങനെ അതില് ആ ജീവികളിൽ തന്നെ 84 ലക്ഷം ഉണ്ടെന്ന് നമ്മൾ മുൻപ് പല പ്രാവശ്യം പഠിച്ചതല്ലേ? അപ്പൊ അതില് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ദേവന്മാരാണ്. അവരുടെ ബ്രഹ്മാവ് ഏറ്റവും ആദ്യം, അതിന്റെ താഴെ ദേവന്മാര്, അതിന്റെ താഴെ മനുഷ്യന്മാര്, അതിന്റെ താഴെ പലവിധ മൃഗങ്ങള്, ആന തുടങ്ങിയിട്ടുള്ള, പശു തുടങ്ങിയിട്ടുള്ള ശ്രേഷ്ഠമായ മൃഗങ്ങള്, കുരങ്ങനൊക്കെ, അതിനുശേഷം നാൽക്കാലികള്, പിന്നെ പല കാലുകളുള്ള ജീവികള്, ഉരകങ്ങള്, കാലുകളില്ലാത്തവ, ജലജന്തുക്കള്, ചെറിയ ചെറിയ കൃമികള്, കീടങ്ങള്, അങ്ങനെ താഴോട്ട് വരുമ്പോ പലതായിട്ടുള്ള ഒരു പ്രപഞ്ചം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ മനുഷ്യലോകത്തില് ഈ വേരുകളിൽ കുടുങ്ങിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യണത്. ഭൗതികതയില് ബന്ധപ്പെടുത്തി പോവാണ്. ആ ഭൗതികത കൂടിയിട്ടാണ് ബ്രഹ്മാവ് പണ്ട് ഭഗവാനെ പരീക്ഷിക്കാനൊക്കെ ചെന്നില്ലേ? കുട്ടികളെ മറിച്ചപ്പോ ഇതൊരു ദിവ്യമായിട്ടുള്ള ശിശു ഇങ്ങനെയൊക്കെ ചെയ്യോ? ഈ കുട്ടികളുടെ കൂടെയൊക്കെ പോയിരുന്നിട്ട് ഊണ് കഴിക്കണത് പരമാത്മാവായ ഭഗവാനാണോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇത് വേറെ എന്തോ മായയാണ് എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് പരീക്ഷിക്കാൻ ചെന്നു. അവസാനം ബ്രഹ്മാവിന് മനസ്സിലായി. 1 വർഷം ആ കുട്ടികളെ ബ്രഹ്മലോകത്ത് കൊണ്ടുവച്ചിട്ടും തിരിച്ചു വന്നപ്പോ അമ്പാടിയിൽ എല്ലാവർക്കും 100 ഇരട്ടി സന്തോഷം. കാരണം എന്താ? ഭഗവാൻ തന്നെയാണ് അത്രയും കുട്ടികളായിട്ടും അത്രയും പശുക്കളായിട്ടും ഓരോ വീട്ടിലും നിൽക്കുന്നത്. അപ്പൊ അമ്മമാർക്കൊക്കെ കുട്ടികളോട്
വല്ലാത്ത സ്നേഹം. പശുക്കൾക്കൊക്കെ പശുക്കുട്ടികളാണ് മറിച്ചത്. പശുക്കുട്ടികളോടൊക്കെ എന്തൊരു ഇഷ്ടാണ്. അവരെപ്പോഴും നോക്കി തുടയ്ക്കണോ ഒക്കെ ചെയ്യും. അങ്ങനെ അതാ പറഞ്ഞത്, ബ്രഹ്മാവിന്, വരുണന്, എല്ലാവർക്കും, വായു ഭഗവാന് ഒക്കെ ഭഗവാനെ സംശയം തോന്നി. കാരണം ഇത്ര ലാഘവത്തോടു കൂടി ഈ ഗോപികമാരുടെ കൂടിയും ഗോപക്കുട്ടികളുടെ കൂടിയും അമ്പാടിയിൽ വെണ്ണ എടുത്തിട്ടും ഇങ്ങനെയൊക്കെ ഒരു പരമാത്മാവ് ജീവിക്കോ? ശ്രീരാമനാണെങ്കിൽ പിന്നെ കുറച്ച് ഗൗരവത്തിലൊക്കെ ഉള്ള ഒരു രാജാവായിരുന്നു. ഈ കൃഷ്ണൻ എന്താണ് ഇങ്ങനെ എന്ന് അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഈ ബ്രഹ്മാവിന് ഭൗതികത കൂടിയപ്പോഴാണ്. അല്ലെങ്കിൽ ഭഗവാൻ എന്ത് വേണമെങ്കിൽ ചെയ്തൂടെ? നമുക്ക് മനസ്സിലാവേണ്ടിയാണ്. കാരണം എന്താ? ഭഗവാൻ അതീന്ദ്രിയനാണ്. നമുക്ക് നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണതല്ലേ പറ്റുള്ളൂ. അതിനതീതനാണ് ഭഗവാൻ. നമ്മളുടെ മുറ്റത്തുള്ള പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ തന്നെ നമ്മളെക്കാളും കണ്ണിന് കഴിവുണ്ട്. ആകാശത്ത് പറക്കണ ഈ പരുന്ത്, ഗരുഡൻ, ഗരുഡനല്ല, അത് ഭഗവാന്റെ വാഹനം, കഴുകൻ, അതിനൊക്കെ എത്രയോ ദൂരേന്ന് താഴെയുള്ള ജീവികളെ കാണാനുള്ള കഴിവുണ്ട്. നമുക്കുണ്ടോ? നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ ഇപ്പൊ വിമാനം നോക്കുകയാണെങ്കിൽ അത് കണ്ണിന്ന് മറിഞ്ഞു പോവും. കുറെ കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റില്ല. നക്ഷത്രങ്ങളെ തന്നെ നമുക്ക് കാണുന്നത് ഒരു പ്രത്യേക സമയം വരുമ്പോൾ മാത്രമാണ്. അതുവരെ ശക്തിയില്ല കണ്ണിന്. ബൈനോക്കുലർ ഒക്കെ ഉപയോഗിച്ചാലാണ് പിന്നെയും കുറച്ചും കൂടിയും കാഴ്ച കിട്ടുക. അപ്പോൾ നമ്മളെക്കാളും ശക്തിയുള്ള എത്രയോ അധികം ജീവികൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യന്മാരെന്ന് പറഞ്ഞാല് അത്രയേറെ ശക്തിയുള്ളവരൊന്നും അല്ല. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. അതിന്റെ ചുറ്റുപിണഞ്ഞു കിടക്കുന്ന ആ വേരുകളിലാണ് മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് ഈ ഭൗതിക ലോകത്തിലെ ആശകള്, പലവിധ കാര്യങ്ങളും നമ്മളെ ആകർഷിക്കും. മുൻപ് പറഞ്ഞില്ലേ, 5 ഇന്ദ്രിയങ്ങളും ശക്തമാണ് മനുഷ്യന്. ഒരു ഇന്ദ്രിയം മാത്രം ശക്തമായ ജീവികൾ പോലും സ്വയം നശിക്കണം. ഈ ആമ്പാറ്റയുടെ കണ്ണാണ് ഏറ്റവും ശക്തം. അത് തീ കണ്ട് മോഹിച്ച് അതിൽ പോയി ചാടും. പിന്നെ ആന മുതലായതിന് ചർമ്മമാണ്. ആ പെണ്ണാന വന്നിങ്ങനെ ഉരസുമ്പോ അതീവ സുഖം അനുഭവിച്ച് അതിന്റെ കൂടെ പോയിട്ട് കുണ്ടിൽ ചാടി മനുഷ്യന്റെ അടിമയായിട്ട് നിൽക്കേണ്ടി വരികയാണ്. പിന്നെ ഭ്രമരം, വണ്ടിന്റെ കാര്യം എങ്ങനെയാണ്? മണം ആണ്. താമരപ്പൂവിന്റെ മണത്തിൽ ഇങ്ങനെ ആകൃഷ്ടായിട്ട് പറന്ന് ചെന്ന് താമരപ്പൂവിലിരിക്കും. കുറച്ച് സമയമായി, ഇനി എണീറ്റ് പോട്ടെ എന്ന് തോന്നാതെ താമരപ്പൂ കൂമ്പും, ശ്വാസം മുട്ടി അത് അതിൽ കിടന്ന് ചാവും. അങ്ങനെ ഇപ്പൊ ശബ്ദം കേട്ടിട്ട് മാനൊക്കെ ഓടിപ്പോയി വേടൻ വിരിച്ച വലയിൽ പെട്ടുപോകും. അങ്ങനെ 5 ഇന്ദ്രിയ, മത്സ്യം, നാവ് ശക്തമായിട്ടുള്ള മത്സ്യം രുചി വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചൂണ്ടയുണ്ട് എന്നറിയാതെ അതിൽ കോർത്തിട്ടുള്ള ആ ഇരയെ തിന്ന് പാവം അത് ചത്തുപോകും. അങ്ങനെയാണ് ഓരോ ഇന്ദ്രിയവും പ്രബലമായിട്ടുള്ള മൃഗങ്ങളുടെ കാര്യം. അപ്പൊ പിന്നെ 5 ഇന്ദ്രിയവും ഒരുപോലെ പ്രബലമായിട്ട്, 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സും പ്രബലമായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ വേരുകളുടെ ഇടയിൽ പെട്ട് ചുറ്റിത്തിരിഞ്ഞ് അവനവന്റെ ജന്മലക്ഷ്യം മറക്കാതിരിക്കുക, മറക്കും എന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെയും 4ാമത്തെയും ശ്ലോകം ഒരുമിച്ചാണ്. ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. അപ്പൊ ഭഗവാൻ ആ അശ്വത്ഥത്തിനെ വിശദമായിട്ട് വർണ്ണിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ഈ അശ്വത്ഥത്തിന്റെ വേരുകളാണ് നിങ്ങളെ എന്നിലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ പിടിച്ച് കെട്ടി വെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ ശരീരം, അങ്ങനെയുള്ള ആ ചിന്തകളാണ് ഈ അശ്വത്ഥത്തിന്റെ വേരുകൾ. അതിന് എന്ത് വേണം? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. എന്ന് പറഞ്ഞാൽ എന്താ? മുറിക്കുക. എന്തുകൊണ്ടാ മുറിക്കണ്ടേ? ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട്. എന്താണ് ആയുധം? അസംഗം. എനിക്ക് ആരോടും വലിയ ബന്ധമില്ല. അത് വിചാരിച്ചിട്ട് ഇങ്ങനെ സന്യാസിച്ച പോലെ ആരെന്ത് ചോദിച്ചാലും മിണ്ടാതെ, കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാതെ, അങ്ങനെയല്ല. ഏറ്റവും ഉള്ളില്, എത്രയോ പ്രാവശ്യം അതിന്റെ ഉദാഹരണം ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പത്മപത്രമിവ അംബസ എന്നില്ലേ? താമരയുടെ ഇലയില് ഓടിക്കളിക്കണം വെള്ളത്തുള്ളി പോലെ. താമര അതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും, പക്ഷെ
അതിനെ നനയാൻ അനുവദിക്കില്ല. ആ ഇലയായാലും ആ താമരപ്പൂവിന്റെ ഇതളായാലും വെള്ളം അതിനെ നനയ്ക്കാൻ സമ്മതിക്കില്ല. അതുപോലെ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട വെണ്ണ പോലെ എന്ന് പറയും. വെണ്ണ ആവണമെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടണം അല്ലേ? അതൊക്കെ കഴിഞ്ഞ് വെണ്ണ ആയി കഴിഞ്ഞാല് പിന്നെ ഏത് വെള്ളത്തിലും എവിടെ വേണമെങ്കിലും കിടക്കാം, അത് അലിഞ്ഞു പോവില്ല. അതുപോലെ ആവണം. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. വല്ലാതെ പോയിട്ട് ഒട്ടരുത് ഒന്നിനോടും എന്ന് ഭഗവാൻ നമ്മളോട് നമ്മളെ രക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മമതയാകുന്ന ബന്ധനം മുറിക്കണം. നമുക്കിപ്പോ വസ്ത്രത്തിനോട് ഇഷ്ടം ഉണ്ടാവും. എത്ര 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 വസ്ത്രം കിട്ടിയാലും പിന്നെയും വേണമെന്ന് തോന്നും അല്ലെ? പാത്രമായാലും യാത്രകളായാലും സ്വർണ്ണമായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇനിയും വേണം ഇനിയും വേണം. അതൊക്കെ ഈ വേരുകൾ നമ്മളെങ്ങനെ ബന്ധിപ്പിക്കുന്നതാണ്. അതിനെ ഇല്ലാതാക്കാൻ ഒറ്റയൊരു വഴിയേ ഉള്ളൂ. അഹം മമ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും എന്ത് വേണം? ചിത്വ മുറിച്ചു കളയണം. ഭഗവാന്റെ ഒരു അംശമാണ് ഞാൻ. ഏറ്റവും വലിയ എൻ്റെ ജന്മലക്ഷ്യം, എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് പൂർവജന്മങ്ങളിൽ ഞാൻ ഇതുപോലെ ആ വേരുകളിൽ കുടുങ്ങിപ്പോയതാണ്. പിന്നെയും മനുഷ്യ ജന്മം കിട്ടാൻ കാരണം. ഇനി അത് വരരുത് എന്ന് വിചാരിച്ചിട്ട് അതിനെ ഛേദിച്ചു കളയണം. അതിനുള്ള ഒരേ ഒരു ആയുധമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അസംഗശസ്ത്രേണ. അസംഗം ആകുന്ന മറ്റുള്ള ഒന്നിനോടും സംഘം ഇല്ലാതിരിക്കുക. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തൊക്കെ സാമൂഹിക കാര്യങ്ങൾ അതിലൊക്കെ വെറുതെ കൊണ്ടുപോയി തലയിട്ട് സ്വയം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കാനോ ഒന്നും നിൽക്കണ്ട. അതാണ് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. കാര്യം എന്താ? കാരണം സുവിരൂഢ മൂലമാണ് അത് അത്രയേറെ ഉറച്ചിട്ടാണ് അതിന്റെ വേരുകൾ ഇരിക്കുന്നത്. സുവിരൂഢമൂലം, രൂഢമൂലം എന്ന് പറയും. അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. എളുപ്പമല്ല, അതിനെ ഒരു കൈ കൊണ്ടൊന്നും പറിച്ചു കളയാൻ പറ്റില്ല. അസംഗം എന്ന ശസ്ത്രം കൊണ്ട് ദൃഢേന ഉറപ്പിച്ച് വെട്ടിക്കളയണം. എന്നാ മാത്രമേ അത്ര ശക്താണ് ഈ സംഘം എന്നുള്ള ബന്ധനം. ചങ്ങല നമ്മളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിൽ നിന്നും വിട്ടാല് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ പിന്നെ ഒരു വിഷമവും ഉണ്ടാവില്ല. തദപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസിദാ പുരാണി. അതിനെയൊക്കെ ഛേദിച്ചു കഴിഞ്ഞു, നമ്മൾ ഭഗവാനോട് അടുക്കാൻ തയ്യാറായി, യോഗ്യത നേടി എങ്കിൽ യസ്മിൻ ഗത ആ വഴിക്ക് പോകുന്നവർ ന നിവർത്തന്തി ഭൂയ അവർക്ക് പിന്നെ തിരിച്ചു വരവില്ല. അവർക്ക് പിന്നെ ജനനവും മരണവും ഒന്നുമില്ല. ശങ്കരാചാര്യരൊക്കെ എത്രയോ അറിവ് നേടിയിട്ടുള്ള, സർവജ്ഞവട്ടം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളതാണ് നമ്മളെ ബന്ധിക്കുന്ന ഈ വിഷമം. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഭഗവാൻ പറഞ്ഞത് ന നിവർത്തന്തി ഭൂയ. അങ്ങനെയുള്ളവർ വീണ്ടും, ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും ന നിവർത്തന്തി തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ആ പരമമായിട്ടുള്ള മാർഗത്തിൽ കൂടി, അസംഗ എന്ന വഴിയിൽ കൂടി നമുക്ക് എല്ലാം നല്ല ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും മകളായിട്ടും എല്ലാം ജീവിക്കാം. പക്ഷെ ആ അസംഗം എന്ന ഒരു കാര്യം എടുത്ത് അണിയുക തന്നെ വേണം നമ്മൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ന നിവർത്തന്തി ഭൂയ, നമ്മളുടെ ജീവിതകാലം കഴിയുമ്പോൾ മരിച്ചു പോയാലും പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നല്ല ഗൃഹങ്ങളിൽ നമ്മൾ വീണ്ടും ജനിക്കും. ഒറ്റയടിക്കൊന്നും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കഥ പറഞ്ഞില്ലേ, എത്ര ഇലകളുണ്ടോ ഈ പുളിമരത്തിന് അത്രയും ജന്മങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഭക്തന് സന്തോഷാവുകയാണ് ചെയ്തത്. എന്നാലും അതിനൊരു എണ്ണം ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ സ്വന്തമാക്കി എടുക്കൂലോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് പോവാൻ ഓരോ അടിയായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കണം. നമ്മൾ ഒരു അടി വെച്ചാൽ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് ഓടി വരും എന്നല്ലേ. യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ, ആ വഴിക്ക് പോയാൽ പിന്നെ
തിരിച്ച് ഈ ദുഃഖാലയവും അശാശ്വതവും ആയ ഈ ലോകത്തേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്നറിയുക അർജുന. തമേവ ച ആദ്യം പുരുഷം പ്രപദ്യ. അവിടെയാണ് ആദ്യ പുരുഷനായിട്ടുള്ള ആ ഭഗവാൻ. ആ ഭഗവാനെ പ്രപദ്യേ ശരണം പ്രാപിക്കുക. എത്ര പ്രവൃത്തി പ്രസിദ്ധ പുരാണി. പുരാണി എന്ന് പറഞ്ഞ എന്നും എന്നും ഉള്ള ആളാണ് ഭഗവാൻ. ആ പുരാ നവം എന്ന് പറയില്ലേ, പണ്ട് ഉള്ളതാണ്, നവമാണ്, ഇപ്പോഴും അതുപോലെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ അറിയാനായിട്ട് ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ മതി, ഗുരുക്കൾ മതി, ശാസ്ത്രങ്ങൾ മതി, സജ്ജന സംസർഗം ഉണ്ടായാൽ മതി. അങ്ങനെയൊക്കെ പരിമാർഗിതവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കണം. ആ മാർഗം ഏതാണ് എന്നുള്ളത് ഭഗവത്ഗീത വായിച്ചാൽ മതി. അല്ലെങ്കിൽ ഭാഗവതത്തിലെ ഭക്തി കൊണ്ട് നേടാനാവാത്തതൊന്നുമില്ല. ഭഗവാൻ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, വേദങ്ങൾ പഠിച്ചാൽ ഉണ്ടാവേണ്ട കാര്യം എന്താ? കൃഷ്ണനെ അറിയുക, ഭഗവാനെ അറിയുക എന്നതാണ്. പക്ഷെ അത് ഈ 4 വേദവും കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഭക്തി കൊണ്ട് നേടാൻ ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും സന്തോഷം തരുന്നതാണ്, അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠവുമാണ് ആ ഭക്തി മാർഗത്തിലൂടെ മുന്നേറാൻ എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ 4ാമത്തെ ശ്ലോകം കഴിഞ്ഞു. തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗദാന നിവർത്തന്തി ഭൂയ. തിരിച്ചു വരാൻ സാധ്യത ഇല്ലാത്ത, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാവുന്ന ഒരു മാർഗം ഉണ്ട്. അതിനെ പരിമാർഗിതവ്യം, അന്വേഷിച്ച് അറിയുക. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ. അവിടെയാണ് ആദ്യ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഉള്ളത്. എത്ര പ്രവൃത്തി പ്രസൃത പുരാണി. പുരാ നവമാണ് അതൊക്കെ. ആ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ അതിന് പ്രസൃത എന്ന് പറഞ്ഞാല് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ശ്ലോകം. വേരുറച്ച ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ മുറിച്ചു കളയണം. വിരക്തി എന്നതാണ് ആ ആയുധത്തിന്റെ പേര്. എന്നിട്ട് എവിടെ ചെന്നാലാണോ പിന്നെ ഒരു തിരിച്ചുവരവില്ലാത്തത്, ആ ദിവ്യമായ സ്ഥാനത്തേക്ക് പോണം. എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള, അതാണ് പുരാണം, പുരാണവം. ഉറവിടമായ ആ ഭഗവാനെ സ്വയം സമർപ്പിക്കണം. അതിന്റെ 1ാമത്തെ പടി എന്താണ്? നാമജപം. നാരായണ നാരായണ എന്ന് സദാ ജപിക്കുക. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ ദിവ്യമായിട്ടുള്ള നാമം ജപിക്കുക. ഈ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ കാലത്ത് സ്വന്തം അദ്ദേഹത്തിന് ആ ലെവൽ അങ്ങേയറ്റം വരെ എത്തിക്കഴിഞ്ഞു. അവിടേക്ക് മറ്റുള്ളവരെയും കൂടി എത്തിക്കാനുള്ള ആ ദിവ്യമായ സ്നേഹം കൊണ്ട് അദ്ദേഹം ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറയുമായിരുന്നു, നിങ്ങൾ ഹരേ കൃഷ്ണ എന്ന് നാമം ജപിക്കൂ, കൃഷ്ണ കൃഷ്ണ അവിടുന്ന് വിജയിക്കട്ടെ എന്നുള്ളത് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞത്. അപ്പൊ മറ്റുള്ള ആൾക്കാർ പറയും, നിങ്ങൾ എന്തൊരു ബ്രാഹ്മണൻ, നിങ്ങൾക്ക് വേദം പഠിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം എന്താ പറയായിരുന്നത്? വേദമൊക്കെ പഠിക്കാൻ കുറെ നല്ല ബുദ്ധിയൊക്കെ വേണം, എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല. സകല ജ്ഞാനമുള്ള പണ്ഡിതനാണ്. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്തെന്ന്, അങ്ങനെ വെറുതെ കാലം കളയേണ്ട ആവശ്യമില്ല, ഈ നാമജപം കൊണ്ട് മാത്രം അവിടെ എത്താൻ പറ്റും. അത്ര എളുപ്പമാണ് ഭഗവാനിലേക്ക് എത്താൻ. പക്ഷെ എന്ത് വേണം? ഏകാഗ്രത വേണം, ശ്രദ്ധ വേണം. അങ്ങനെ സ്മരണാതീത കാലം മുതലായുള്ള എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള പരമപുരുഷന് ഭഗവാൻ കൃഷ്ണന് സ്വയം സമർപ്പിക്കുക. ഓരോ ദിവസവും കിടക്കുമ്പോൾ, അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും നമസ്കരിക്കണം. ഭഗവാനെ, ഞാൻ ഇതാ കായേന വാചാ മനസാ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസരിച്ചാവട്ടെ, വേണ്ടാത്ത ഒരു ചിന്തയും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരരുതേ എന്ന് വിചാരിച്ചിട്ട്, അതിനാണ് ഈ സമർപ്പണം എന്ന് പറയാം. മുഴുവനായിട്ടും ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അപ്പൊ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. ഇവിടെ അന്വേഷണം അവസാനിക്കും ഭഗവാന്റെ അടുത്തെത്തിയാലും. ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിന്റെ ആരംഭം. അപ്പൊ നമ്മൾ സത്സംഗല്ലേ ചെയ്യുന്നത്, അതുപോലെ നല്ല കാര്യങ്ങൾ പറയണവരുടെ. അപ്പൊ പിന്നെ നമ്മളുടെ ചെവിക്ക് വേണ്ടാത്തതൊന്നും കേൾക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എന്താന്ന് തോന്നും. അങ്ങനെ ഈ മായികമായ നിഴലിനോട് പിന്നെ ആ ആൾക്ക് ആസക്തി ഉണ്ടാവില്ല.
അങ്ങനെ ആ മായാവൃക്ഷത്തോടുള്ള ബന്ധനം, അതിൻ്റെ വേരുകളെ ഛേദിച്ചിട്ട് നമുക്ക് ഒരു യഥാർത്ഥ വൃക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ ഛായയല്ലേ, നിഴലാണ് താഴത്ത് കാണുന്നത്, വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ. അപ്പൊ അതിൻ്റെ അപ്പുറത്തുള്ള ആ യഥാർത്ഥ വൃക്ഷത്തിനെ കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ ശ്ലോകം. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസംജ്ഞൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത് മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണ നമ്മളെ പിടിച്ചു വലിക്കാണ്, അതാണ് തൃഷ്ണ. ആ തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ, എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരേ ഒരു തത്വമേ ഉള്ളൂ എന്നുള്ള ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് സുഖദുഃഖം എന്നുള്ള ആ ദ്വന്ദ്വൈർ വിമുക്ത, ചൂട് തണുപ്പ്, സുഖം ദുഃഖം, ഇഷ്ടം അനിഷ്ടം, അങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളിൽ നിന്നൊക്കെ മുക്തരായി വിഭ്രാന്തരാകാതെ, ചെറിയ ചെറിയ കാര്യം വരുമ്പോഴേക്കും പരിഭ്രമിക്കാതെ ആയിട്ട് പരമപുരുഷനെ സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെ എന്ന് അറിയാവുന്നവരാണ് പരമമായ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രാപിക്കുക എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. നിർമാനമോഹ, മാനവും മോഹവും ഒക്കെ ഇല്ലാതാകും ആ വേരങ്ങട് ഛേദിച്ച് കളയുമ്പോൾ. ജിതസംഗദോഷ, സംഘം അല്ലെങ്കിൽ ഓരോരുത്തരോടും തോന്നുന്ന അടുപ്പം, അത് ദോഷമാണ്. ആ ദോഷത്തിനെ ജിതം, ജയിക്കണം. അധ്യാത്മനിത്യ, അധ്യാത്മജ്ഞാനത്തിൽ ഉറയ്ക്കണം. അധ്യാത്മ കാര്യങ്ങളിൽ നാമജപം, സദ്ഗ്രന്ഥ പാരായണം അല്ലെങ്കിൽ സത്സംഗം, അതിലൊക്കെ ശ്രദ്ധിക്കണം. വിനിവൃത്ത കാമ, ആശകൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിനിവൃത്തമാക്കണം, മാറ്റണം. ആമയുടെ കഥ പറഞ്ഞില്ലേ, ആമയെ പോലെ. ആമ അതിനിഷ്ടമില്ലാത്ത പരിതസ്ഥിതികൾ വരുമ്പോൾ അതിൻ്റെ കഴുത്ത് ഉൾപ്പെടെ, തല ഉൾപ്പെടെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കും. പിന്നെ എത്ര കൊട്ടിയാലും തട്ടിയാലും ഒന്നും അതിന് പുറത്തേക്ക് വിടാൻ ആഗ്രഹമില്ല. അത് എപ്പോഴും ആഗ്രഹിക്കണോ അപ്പോഴേ അത് അതിൻ്റെ കയ്യും കാലും തലയൊക്കെ പുറത്തേക്ക് ഇടുന്നു. അതുപോലെ വിനിവൃത്ത കാമമാണ്, കാമത്തിനെ ജയിക്കണം. ദ്വന്ദ്വൈർ വിമുക്ത, ദ്വന്ദ്വങ്ങളെ, ദേഷ്യം ഇല്ല, എപ്പോഴും ശാന്തി, അങ്ങനെയുള്ള അഭാവം, അതല്ലാതെയുള്ള ദ്വന്ദ്വങ്ങളെയൊക്കെ, സുഖദുഃഖം എന്നുള്ളതിനൊക്കെ, ഇതെനിക്ക് സുഖം ഇതെനിക്ക് ദുഃഖം എന്ന് നമുക്ക് തോന്നുകയാണ്, ഭഗവാൻ തരുന്നതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാം. സുഖദുഃഖ സംജ്ഞയിൽ, സുഖം ദുഃഖം എന്ന് പേരായിട്ടുള്ള ദ്വന്ദ്വങ്ങളിൽ നിന്നും വിമുക്തി നേടണം. അങ്ങനെ ഗച്ഛന്തി അമൂഢ, അമൂഢന്മാരെ, മൂഢന്മാരല്ലാത്തവരെ, മൂഢന്മാർക്ക് ഇതൊന്നും തലയിൽ കയറില്ല, ഇഷ്ടമുണ്ടാവില്ല കേൾക്കാൻ. എന്തൊക്കെയോ പറയണു, ഒരു വൃക്ഷം മുറിക്കണം, തല കീഴായി നിൽക്കണം, വല്ലയിടത്തും ഉണ്ടാവോ ഇങ്ങനെ എന്നൊക്കെ മൂഢന്മാര് ചോദിക്കും. പക്ഷെ ആ മൂഢന്മാർ, അതാണ് അവിടെ ഒരു ചിഹ്നം വേണം, ഗച്ഛന്തി അമൂഢ എന്നാണ്. ആ മൂഢന്മാര്, അമൂഢന്മാരായിട്ടുള്ള ആൾക്കാരെ പദം അവ്യയം തത്, ഭഗവാൻ ഉറപ്പിച്ച് പറയാണ്, എൻ്റെ അവ്യയമായിട്ടുള്ള പദത്തിലേക്ക്, എൻ്റെ ശാശ്വതമായ സാമ്രാജ്യത്തിലേക്ക് ഒരു വിഭ്രാന്തിയും കൂടാതെ സമാധാനമായിട്ട് ഈ ലോകത്തിലെ ജീവിതം ജീവിച്ച് തീർത്ത് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരു വിഷമവും ഇല്ല, ഇത് ഉറപ്പാണ്. പക്ഷെ അതിന് എന്തൊക്കെ വേണം? നിർമാന മോഹം, മോഹം പാടില്ല. വല്ലാത്തുള്ള അഭിമാനമില്ലേ, ഞാൻ ഇന്നയാളാണ്, എനിക്ക് കുറെ ബന്ധുക്കളുണ്ട്, കുറെ ധനമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, അങ്ങനെയുള്ള മാനം, അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം, നിർമാനം പാടില്ല. മോഹം പാടില്ല. ഇത് സംഘദോഷ, വല്ലാത്ത സംഘം, അയ്യോ ഞാനില്ലെങ്കിൽ എങ്ങനെ അവര് ജീവിക്കും എന്ന് അവര് ജീവിച്ചോളും. ആ സംഘമൊക്കെ മാറ്റിയിട്ട് നിത്യവും ആധ്യാത്മികതയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് കുറച്ച് അധികം സമയം, 24 മണിക്കൂറിലെ അതിലൊരു 2 മണിക്കൂർ നമുക്ക് നാമജപത്തിനായിട്ട് അല്ലെങ്കിൽ ഭഗവത് സേവകൾക്കായിട്ട് മാറ്റിവെക്കണം. വിനിവൃത്ത കാമ, അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അങ്ങനെ ഉണ്ടായാലല്ലേ, മുൻപ് ഭഗവാൻ പറഞ്ഞില്ലേ, കാമ സംജായതേ, ക്രോധം വരും, മോഹം വരും, ബുദ്ധിനാശം വരും. ബുദ്ധി ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ മനുഷ്യൻ തന്നെ നശിച്ചു പോകും. അതിനൊക്കെ കാരണം എന്താണ്? ഈ കാമമാണ്. അതുകൊണ്ടാണ് വിനിവൃത്ത കാമം, കാമത്തിൽ നിന്നും മാറണം.
ദ്വന്ദ്വൈർവിമുക്ത സുഖ ദുഃഖ സംജ്ഞർ, അതെനിക്ക് സുഖം ഇതെനിക്ക് ദുഃഖം എന്നുള്ള ആ വിചാരത്തിൽ നിന്നും മാറണം. ഗച്ഛന്തി പ്രാപിക്കുന്നു, അമൂഢന്മാര് വിഡ്ഢികളല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരാണ് പദം അവ്യയം തത് എന്റെ പരമമായ ശാശ്വതമായ സാമ്രാജ്യത്തിലേക്ക് എത്തുന്നവർ എന്ന് പറഞ്ഞു. ഇനി 6ാമത്തെ ശ്ലോകം കൂടി പറയാം. അപ്പൊ ഈ 5ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 5 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാവുമ്പോ ഭഗവാൻ തന്നെ പറയണു ഇവർക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അങ്ങയുടെ ലോകം എങ്ങനെയുള്ളതായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു സൂര്യനും വേണ്ട, ഒരു ശശാങ്കനും വേണ്ട, അതായത് ചന്ദ്രനും വേണ്ട, ന പാവക കണ്ണ് കാണാൻ ഒരു തീയോ അഗ്നിയോ ഒന്നും വേണ്ട. യദ്ഗത്വ ന നിവർത്തന്തേ അവിടേക്ക് എത്താനുള്ള വഴി ഇപ്പൊ പറഞ്ഞു തന്നു. ആ ലോകം എപ്പോഴും ഇങ്ങനെ പ്രകാശമാനമാണ്, നല്ല ദിവ്യമായ ഒരു പ്രകാശം അവിടെ സദാ നിറഞ്ഞു നിൽക്കും. നമ്മളുടെ ലോകത്തിൽ സൂര്യൻ പോയാൽ ഇരുട്ടാവും, ചന്ദ്രൻ ഉണ്ടെങ്കിൽ കുറേശ്ശെ വെളിച്ചം കിട്ടും, ചന്ദ്രൻ ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. പിന്നെ വിളക്ക് കത്തിക്കാം, പാവകൻ ഉണ്ടായ കുറച്ച് വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ അഗ്നി, ഇലക്ട്രിസിറ്റി, അതൊക്കെ പക്ഷെ അശാശ്വതമാണ്, ഇപ്പൊ വേണമെങ്കിൽ ഇല്ലാണ്ടാവും. പക്ഷെ ഭഗവാന്റെ ധാമം അങ്ങനെയല്ല. ഒരിക്കലും ഒരു സൂര്യനോ ചന്ദ്രനോ പാവകനോ ഒന്നും അവിടെ ആവശ്യമില്ല. ഭഗവാൻ അതുപോലെ കത്തി ജ്വലിക്കുന്ന ആ പ്രകാശമുള്ളപ്പോ അവിടെ മിന്നാമിനിങ്ങിനോ അല്ലെങ്കിൽ തീപ്പന്തത്തിനോ വല്ല കാര്യമുണ്ടോ? അത്രക്കേ ഉള്ളൂ. ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാന്റെ ലോകത്തില് ഭഗവാന്റെ ഒരു കാലിന്റെ നഖത്തുമ്പെന്ന് വരണ ഒരു രശ്മി മതി ആ ലോകത്തിന് മുഴുവനും പ്രകാശമാനമാണ്. അത്ര ശക്തനാണ്, സർവശക്തൻ അല്ലേ പറയാ, സർവശക്തനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ പാദത്തിൽ എത്താനായിട്ട്, ആ ഭഗവത് ധാമത്തിൽ എത്താനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് വേണം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലാനായിട്ട്. അല്ലാതെ 16 മാല തികയ്ക്കണം എന്നുള്ള വിചാരത്തില് വേഗം വേഗം ചെല്ലാൻ പാടില്ല. ഭഗവാന്റെ നാമം ജയിക്കട്ടെ എന്നുള്ള വിചാരത്തിൽ വേണം ഹരേ കൃഷ്ണ എന്നുള്ള ഓരോ നാമവും ജപിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ യദ്ഗത്വ ആ ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എത്തും. ന നിവർത്തന്തേ അവിടെ നിന്നൊരു മടക്കയാത്ര ഉണ്ടാവില്ല. തദ്ധാമ പരമം മമ അവിടെ നമ്മളുടെ ആ ദിവ്യ പിതാവായിട്ടുള്ള ഭഗവാൻ ഉണ്ട് എന്ന് അറിയണം. പരമമായ എൻ്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അവിടെ ഭഗവാന്റെ ഒരു രശ്മി മതി, കാലിന്റെ നഖത്തുമ്പെന്ന് വരുന്ന ഒരു രശ്മി മതി. അവിടെ ചെന്നെത്തിയവർക്ക് ഈ ദുഃഖാലയമായ ലോകത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ഭഗവാൻ സദാ സന്തോഷമായിട്ട് നമ്മളോട് കൂടി എപ്പോഴും ഉണ്ടാകും. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം മുതൽ നാളെ പറയാം. കുറച്ച് ശ്ലോകം ഉള്ളുണ്ട്, അത്ര അധികം ശ്ലോകങ്ങളില്ലല്ലോ. ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ. എല്ലാ സഹൃദയന്മാർക്കും എൻ്റെ വിനീതം ഹരേ കൃഷ്ണ. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആ അമ്പലത്തിലേക്ക് പോണ കാര്യം പറയാൻ വേണ്ടിട്ട്. മാതാജി പറഞ്ഞോളൂ. അപ്പൊ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നേ നാമനിഷ്ഠ പ്രഭുവായിട്ട്. അപ്പൊ പ്രഭുജി പറഞ്ഞു എല്ലാ ക്ലാസ്സിലും അറിയിച്ചിട്ട് എല്ലാ ക്ലാസ്സിലും ഒരു കോർഡിനേറ്ററിനെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോർഡിനേറ്റർ മുഖാന്തരം ആ ക്ലാസ്സിലുള്ള പാർട്ടിസിപ്പൻസിനെ എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാവരെയും അമ്പലത്തിലേക്ക് ഓഗസ്റ്റ് 19-ാം തീയതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാതാജിയുടെ ക്ലാസ്സിലും ഒരു കോർഡിനേറ്ററിന്റെ ആവശ്യമുണ്ട്. ഹരേ കൃഷ്ണ, ആരും ലെഫ്റ്റ് ആകരുത്. ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് പറയാനുണ്ട്. മാതാജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാണും, എന്നാലും ഞാൻ ഒന്നും കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓഗസ്റ്റ് 19-ാം തീയതി നമ്മുടെ ഇസ്കോൺ മംഗളൂരു അമ്പലത്തിന്റെ പുതിയ അമ്പലം പണിയുന്നുണ്ട്. അവിടെ അതിന്റെ ഇനാഗുറേഷൻ ആണ്. നിങ്ങളും എല്ലാവരും ചിലപ്പോ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഡൊണേഷൻ കൊടുത്തു കാണും അമ്പലത്തിന്റെ കൺസ്ട്രക്ഷന്. അപ്പൊ അമ്പലത്തിന്റെ ഇനാഗുറേഷൻ ആണ് ഓഗസ്റ്റ് 19-ാം തീയതി.
അവിടെ അപ്പോ എല്ലാ ഇസ്കോൺ, ഭാരതത്തിലെ എല്ലാ ഇസ്കോൺ സെന്ററുകളിൽ നിന്നും സന്യാസിമാരും പിന്നെ ഡിവോട്ടീസും എല്ലാവരും വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇനാഗുറേഷൻ ആയതുകൊണ്ട് അവിടെ ഒരുപാട് സർവീസ് നമുക്ക് ചെയ്യാനുണ്ടാകും. അപ്പോ നാമനിഷ്ഠ പ്രഭുജി നമ്മളോട് തന്നെ വന്നിട്ട്